ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി മീൻകറി ചെയ്യാൻ പോകുന്നത്. ഞാന് ഈ മീൻകറിയിൽ പൊതുവെ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. കോട്ടയം സ്റ്റൈലില് അമ്മോളെ കിട്ടിയിട്ടുള്ള മീൻകറി കുറെ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കൊച്ചി സ്റ്റൈൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു മീൻകറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും തിരക്ക് നോക്കണേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു 250 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ പച്ചമുളക് നിങ്ങളുടെ ഓരോരുത്തരെയും എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള, ഇത്തിരി കൂടി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. കുറച്ച് എരിവാണ് ഈ ഒരു കറിക്ക് നല്ലത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി. നമുക്കിതെല്ലാം ചേർത്ത് ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കോട്ടയം സ്റ്റൈലിൽ മീൻകറി വെക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ എനിക്കിത് വെച്ചപ്പോഴത്തേക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെ. അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ് ഈ ഒരു കൊച്ചി സ്റ്റൈൽ ഈ ഒരു ഫിഷ് കറി. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് തേങ്ങയിലേക്ക് ഒരു ഇത്തിരി വെളുത്തുള്ളി, പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. ഇതിപ്പോ ഞാൻ വെക്കുന്ന അത്യാവശ്യം എരിവുണ്ട്. ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരഞ്ഞു വരണേ. ഇത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ സാധാരണ ഫിഷ് പോലെയുള്ള ചെമ്മീൻ അധികം വെവൊന്നുമില്ല. ചെമ്മീൻ ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പം ഒരു 3 to 4 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്താൽ മതി. എങ്കിലാണ് ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഇത് കറക്റ്റ് വേവായിട്ട് വരും. നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ ഒക്കെ വേവായിട്ട് വന്നിട്ടുണ്ട്. തുറന്നു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഇളക്കുന്നില്ല. അച്ഛൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്, മീൻകറി വയ്ക്കുമ്പോൾ ഇതുപോലെ വേണം, എങ്ങനെ ഇളക്കി കൊടുക്കണ്ട, ഇങ്ങനെ ഒന്ന് ചട്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വേണം ഉലുവ ചേർത്ത് കൊടുക്കാൻ. ഉലുവ കടുകിനേക്കാളും കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും മതി. ഉണക്കമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫിഷ് കറിയിൽ ഉണക്കമുളക് ചേർക്കാറില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചി സ്റ്റൈൽ ഫിഷ് കറി. ഇപ്പൊ നിങ്ങൾക്ക് ചെമ്മീൻ മാത്രമല്ല ഏത് ഫിഷ് വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി മാത്രമേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നേ. ഫിഷ് കറിയിൽ വലിയ പരീക്ഷണമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ടേക്ക് കെയർ, ബൈ.